One, welcome to the online session of Academic Writing and Professional Success, Unit 4. Today we are analyzing the topic description. Here we have the definition of description, types of description, features of description, and one example. Coming to the definition, description involves presenting information in a manner appealing to the senses, sight, sound, smell, taste, and touch, and creating an impression in the reader or listener. അപ്പോൾ ആക്ച്വലി ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡിസ്ക്രൈബ്സ്, നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വർണ്ണിക്കുക, നമ്മൾ ഒരാളെ പറ്റിയുള്ള കാര്യം വർണ്ണിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് വിഷ്വലി മെൻ്റലി യു വിൽ ഗെറ്റ് ആൻ ഇമേജ്. So that is the exact way of defining description. If one witness to an accident, the investigating officer would ask him to describe the incident. അപ്പോൾ അവൻ അത് ശരിക്കും എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യും, ആ കറക്റ്റ് ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രദ്ധിക്കും. അപ്പം നറേറ്റീവും ഡിസ്ക്രിപ്ഷനും വളരെ ക്ലോസ് ആണ്, ആക്ച്വലി വെരി വെരി ക്ലോസ്. Your campus, your last night dream, a gadget like smartphone, a game you watched recently. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ഗോ ഫോർ ഡിസ്ക്രിപ്ഷൻ. ആക്ച്വലി അതിൽ നറേറ്റീവിന് പകരം അവിടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കുക. ഓക്കെ, സോ അവിടെ നമുക്ക് നറേറ്റീവ് അല്ല, ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ നറേറ്റീവ് അല്ല, നമ്മളൊരു ഡിസ്ക്രിപ്ഷനാണ് ആക്ച്വലി കൊടുക്കുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഒന്ന് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒന്ന് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ നമുക്കറിയാം, അവിടെ പേഴ്സണലാണ്, ഡിസ്ക്രൈബ്സ് വാട്ട് ദ പേഴ്സൺ തിങ്സ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, പേഴ്സണൽ ഇവാലുവേഷൻ ഓഫ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഫിഗറേറ്റീവ് ആൻഡ് കൺവെർട്ടേറ്റീവ് ലാംഗ്വേജ്. ഓൺ ദി അതർ ഹാൻഡ് ഒബ്ജക്റ്റീവിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ആയിരിക്കും. അത് പേഴ്സണലായിട്ടുള്ള കാര്യമല്ല. അറ്റംപ്റ്റ്സ് ടു ബ്രിങ് ഔട്ട് ദി എക്സാക്ട് പിക്ചർ. ദെൻ അക്കാഡമിക് ആയിരിക്കും, needed in science and social sciences, and direct and factual language ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു കാക്കയെ വർണ്ണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവരവരുടെ രീതിയിലായിരിക്കും ആ കാക്കയെ പറ്റി വർണ്ണിക്കുന്നത്. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇനി അതേസമയം സയൻറ്റിഫിക് ആയിട്ട് കാക്കയുടെ എന്താണ് ശാസ്ത്രീയ നാമം എന്താണ്, കാക്കയായിട്ട് ബന്ധപ്പെട്ട അനാട്ടമിയൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവാണ്. അതെപ്പോഴും സെയിം ആയിരിക്കും. ദെയർ വിൽ നോട്ട് ബി എനി ചേഞ്ച്. സോ ഹിയർ ഡിസ്ക്രിപ്ഷനും ഇത്തരത്തിലുള്ള സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുമ്പോൾ പേഴ്സണൽ ആയിരിക്കും, മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ ഇംപേഴ്സണൽ ആയിരിക്കും, സയൻസ് റിലേറ്റഡ് ആയിരിക്കും, കുറച്ചും കൂടെ അക്കാഡമിക് ആയിരിക്കും, ഫാക്ച്വൽ ലാംഗ്വേജ് ആയിരിക്കും. ആൻഡ് ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. അതായത് ദ ഡോമിനൻ്റ് ഇംപ്രഷൻ വിച്ച് മേ ബി ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇൻ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം ദ ടോപ്പിക് സെൻറ്റൻസിനോട് ചേർന്ന് വരുന്ന അതിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ടാണ് ആക്ച്വലി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നതെങ്കിൽ അപ്പോൾ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ആ ടോപ്പിക് സെൻറ്റൻസിനെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നതായിരിക്കണം തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. Then coming to arrangements, chronological or spatial, in the order from the most to the least. അപ്പോൾ ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള രീതിയിലായിരിക്കണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. Then sensory details of sight, sound, smell, taste and touch are to be used. അതായത് everything has to be presented well. Active voice. ആക്റ്റീവ് വേർബ്സ് മേ ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അതായത് ആക്റ്റീവ് വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം രാമൻ രാവണനെ കൊന്നു, രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ രാമൻ രാവണനെ കൊന്നു എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്, കാരണം സബ്ജക്റ്റാണ് അവിടെ കർമ്മം ചെയ്യുന്നത്. അതേസമയം രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പാസീവ്, കാരണം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാവണനാണ്. അവിടെ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, കാരണം ഒബ്ജക്റ്റാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് പാസീവ് വോയിസ്. അവിടെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു very specific that you just follow active voice
when you create your sentence. And here this is the example for description. ഇവിടെ ഒരു ലേക്കിനെ പറ്റി വർണ്ണിക്കുകയാണ്. Let's listen. The small lake was of most value as a neighbor in the intervals of a gentle rainstorm in August, when both air and water being perfectly still, but the sky overcast. Mid-afternoon has all the serenity of evening. The wood thrush sang around and was heard from shore to shore. അപ്പോൾ ഇതിങ്ങനെ വർണ്ണിച്ച് പോവാണ്. Here you can see, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സെൻസറി ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി സെൻസറി ഡീറ്റെയിൽസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്, ഇതിനെല്ലാം വളരെ മനോഹരമായ രീതിയിൽ റൈറ്റർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ. A lake like this is never smoother than at such a time, and the clear portion of the air above it being shallow and darkened by the clouds, the water full of light and reflection becomes a lower heaven itself, so much the more important. അപ്പോൾ ഇങ്ങനെ വർണ്ണിച്ച് പോവാണ്. ഇറ്റ്സ് ആക്ച്വലി സബ്ജക്റ്റീവ് ആണ് കേട്ടോ. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഇറ്റ്സ് ആക്ച്വലി written by Henry David Thoreau, where I lived and what I lived for. The next one is illustration. We have definition, sample, then features of illustration and examples. Okay. And what is this illustration? Illustration എന്ന് പറഞ്ഞ വേർഡ് എക്സിംപ്ലിഫിക്കേഷൻ ഓർ ഇല്ലുസ്ട്രേഷൻ എന്നാണ് ഇതിൻ്റെ നമുക്കറിയാം. സോ ഇല്ലുസ്ട്രേഷൻ ആക്ച്വലി എ റെട്രിക്കൽ മോഡ് എയിംഡ് അറ്റ് എക്സ്പ്ലെയിനിങ് സംതിങ് വിത്ത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് illustration എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If the student wants to explain what a metaphor is, the best solution is to show lines from a poem containing metaphors. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി മെറ്റഫറിനെ പറ്റി പഠിക്കണമെന്നൊരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മെറ്റഫർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിളിലൂടെ ആകുമ്പോൾ ദാറ്റ് ഈസ് ഇല്ലുസ്ട്രേഷൻ. യൂഷ്വലി ഇല്ലുസ്ട്രേഷൻസ് ഹെൽപ്പ് ഔട്ട് അതർ മോഡ്സ് ഓഫ് റെട്രിക് ടു. നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് അതർ മോഡ്സിലും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നറേഷനിലെ ഇടയ്ക്ക് നമുക്കിപ്പോൾ ഒന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇല്ലുസ്ട്രേഷൻസ്. ദർ ഇസ് നോ പ്രോബ്ലം ഫോർ ഇറ്റ്. ഇല്ലുസ്ട്രേഷൻ മീൻസ് വാട്ട്? എക്സ്പ്ലെയിൻ സംതിങ് വിത്ത് എക്സാമ്പിൾസ്. Then features of illustration. Evidence. Examples serve as evidence for the statements and claims. So here ചില എവിഡൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? എക്സാമ്പിൾ ആക്കി സ്റ്റേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. Then types. Then images, graphs, charts, etc. are used depending the discipline and the topic. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഇമേജസ്, ഗ്രാഫിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. Arrangements. If more than one example is used, arrange them in the order of importance. നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡ് ചെയ്ത് അതിന് ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. Prominent ones on the top, then the least. Then coming to illustration phrases. For example, for instance, to illustrate എന്നുള്ള എന്താ പറയുക ഫ്രേസസ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമ്പിളുകളിലേക്ക് അല്ലെങ്കിൽ എക്സാമ്പിളിലേക്ക് കടക്കാൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇല്ലുസ്ട്രേഷൻ ഫ്രേസസ് ഉപയോഗിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഹിയർ ഈസ് എ സാമ്പിൾ. ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് അതൊരു ഇല്ലുസ്ട്രേഷൻ. ഫോർ ദിസ് സെൻറ്റൻസ് ഈസ് an example of illustration. The next topic is argumentation. Argumentation എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്, സാമ്പിൾ ടോപ്പിക്സ്, എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഡെഫിനേഷൻ ആണ്. എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ? ഇത് വെരി വേർഡിൽ തന്നെ നമുക്ക് എന്താ പറയുക എക്സ്പ്ലനേറ്ററി ആണ്. ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്. ആർഗ്യുമെൻറ്റേഷൻസ്. Argumentative essays give emphasis on convincing the reader by substantiating its claim with the help of supporting evidence from the reliable sources. An argumentative essay consists of two sets of debatable statements, premise and conclusion. Premise and conclusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, premise എന്ന് പറഞ്ഞാൽ കാരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കൺക്ലൂഷൻ റിസൾട്ട് ആണ്. premise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ. ഫോർ എക്സാമ്പിൾ, Socrates is a man. All men are mortal. Socrates is a man, so Socrates is mortal.
ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ എന്നുള്ളത് പ്രിമിസാണ്. കാരണം ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഇനി അതുകൊണ്ട് തന്നെ എന്താവും, സോക്രട്ടീസും മോർട്ടലാണ്. മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമുള്ളവരാണ്. എല്ലാ മനുഷ്യരും മരിക്കും. സോക്രട്ടീസും ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസും മരിക്കും എന്ന് പറയണമെങ്കിൽ പ്രിമിസ് കൺക്ലൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ആക്ച്വലി ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ദാറ്റ് ഈസ് ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അതിനെ റീഡറിനെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, പ്രൂവ് എന്താ പറയുക, ആർഗ്യുമെൻറ്റേഷൻ വെച്ചിട്ട് ഒരു പ്രിമിസ് കൺക്ലൂഷൻ വെച്ച് ആർഗ്യൂ ചെയ്ത് അതിലേക്ക് എത്തിക്കുകയാണ്. ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതലും ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ കൊണ്ടുവരുന്നത്. അതായത് ഡൗറി കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് ചോദിക്കുന്ന ആക്ച്വലി ഞാൻ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണ്. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, eradication of poverty is the first step for making India as superpower. Plants absorb carbon dioxide from the air. So here, ആദ്യത്തേത് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ടാമത്തേത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ ആർഗ്യുമെൻറ്റേഷന് സാധ്യതയില്ല ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ. അതേസമയം ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേക്ക് സാധ്യതയുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്സ്: standpoint, thesis statement, problem, rational, democratic. What is a standpoint? The writer takes a standpoint and attempts to prove the rationale behind his position. അദ്ദേഹം ഇവിടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ എടുക്കണം. രണ്ടിലും കാല് വെക്കരുത്, ഒന്നിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ പ്രിപ്പയർ ചെയ്യുമ്പോൾ. Then coming to thesis statement, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ the claim of the writer is the thesis statement. Then problem, the standpoint of the writer is one-sided. There is a possibility that another person may bring arguments completely opposite to the writer. പിന്നെ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് വാദിക്കാതെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ എന്താ പറയുക, കമൻറ്റുകളിൽ ഇതിൻ്റെ മറ്റേ സ്ഥലത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും വരാം. The author has to clearly mention the reasons for holding such a position with supportive evidence. So without reason you cannot go for it. നല്ലൊരു പഠനം നടത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള always use your reason. Critical thinking വളരെ ഇമ്പോർട്ടൻ്റ് ആണ് when you do for such an argumentative essay. Then democratic, it does not impose any singular perspective and it is open for refutation. For the claims, question, research എല്ലാത്തിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ആ ഒരു ഫ്രീ എന്താ പറയുക, ഒരൊറ്റ പെർസ്പെക്റ്റീവ് അല്ല ഉള്ളത്. ഇതൊരു ഓപ്പൺ ആണ്. ആക്ച്വലി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഓപ്പൺ ആൻഡ് ദർ ഇസ് ഇനോർമസ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ്, ടു ഹാവ് റിസർച്ച്, അതുപോലെ തന്നെ ഇറ്റ്സ് ചാൻസ് ഫോർ റെഫ്യൂട്ടേഷൻ ആൻഡ് സോ ഓൺ. സാമ്പിൾ ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ, വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് ആൻ ഇന്ത്യൻ വില്ലേജസ് ടുഡേ. അപ്പോൾ പാസ്റ്റ് വില്ലേജും ഇപ്പോഴത്തെ വില്ലേജും തമ്മിലുള്ള എന്താ പറയുക, ഒരു കമ്പാരിസൺ നടത്താനുള്ള നമുക്കൊരു ആർഗ്യുമെൻ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എന്താണ്, ഇന്ത്യൻ വില്ലേജസ് ഇപ്പം വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പിന്നെ വിഷ്വൽ മീഡിയ എഫക്റ്റ് അവർ ലേണിംഗ് സ്കിൽസ്. അപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പോൾ പുതിയതും കൂടെ വിഷ്വൽ എയ്ഡുകളും ഓഡിയോ എയ്ഡുകളൊക്കെ വന്നപ്പോഴത്തേക്കും വളരെ വളരെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് വാദിക്കാം. അപ്പോൾ അവിടെ വാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള റെട്രിക്കൽ മോഡ്സുകളാണ്. ഒന്ന് നമ്മൾ പഠിച്ചത് ഡിസ്ക്രിപ്ഷനാണ്, രണ്ടാമത് ഇല്ലുസ്ട്രേഷൻ, 3 ആർഗ്യുമെൻറ്റേഷൻ. So that's all for today. Thank you. Have a nice day.